താമരശ്ശേരി ഷഹബാസ് കൊലക്കേസ് പ്രതികളെ പരീക്ഷ എഴുതാൻ അനുവദിച്ചതിൽ അതീവ ദുഃഖമെന്ന് ഷഹബാസിന്റെ ബാപ്പ ഇക്ബാൽ. മകൻ ആഴ്ചകൾക്ക് മുൻപേ പരീക്ഷകൾക്കായി തയ്യാറെടുപ്പ് നടത്തിയിരുന്നു. ഇന്ന് മറ്റു കുട്ടികൾക്കൊപ്പം പരീക്ഷയ്ക്ക് പോകേണ്ട കുട്ടിയായിരുന്നു ഷഹബാസ് എന്നും പിതാവ് ദുഃഖത്തോടെ പറഞ്ഞു. 62-83-07 എന്ന ഓൾ ടിക്കറ്റ് നമ്പറിൽ മറ്റു കുട്ടികൾക്കൊപ്പം പരീക്ഷ എഴുതേണ്ടിയിരുന്ന ഷഹബാസിന്റെ ഇരിപ്പിടം ഒഴിഞ്ഞുകിടക്കുകയാണ്. ആഴ്ചകൾക്ക് മുൻപേ പരീക്ഷ എഴുതാൻ തയ്യാറെടുത്തിരുന്ന ഷഹബാസിനെ ഓർത്ത് നെഞ്ചുരുകിക്കൊണ്ട് പിതാവ് ഇക്ബാൽ പറഞ്ഞു, മറ്റു കുട്ടികൾക്കൊപ്പം പരീക്ഷ എഴുതേണ്ടിയിരുന്നതാണ് എന്റെ മകൻ. പരീക്ഷയ്ക്കായി ആഴ്ചകൾക്ക് മുൻപേ തയ്യാറെടുത്തിരുന്നു അവൻ. എൻ്റെ കുട്ടി പരീക്ഷാ ഹാളിലേക്ക് പോയി. അവൻ മോഡൽ എക്സാമിൽ വളരെ പെർഫോമൻസ് കാഴ്ചവെച്ച് നല്ല മാർക്കോട് കൂടി ഉപ്പ ഞാൻ വിജയിക്കും, ഉപ്പ എനിക്കത് ജോലി കിട്ടും എന്നുള്ള ഒരു വാഗ്ദാനം എനിക്ക് തന്നിരുന്നു. ഞാൻ കളിക്കാനില്ല, മൊബൈൽ വേണ്ട, പഠനത്തിലേക്ക് റെഡിയാണ്, അത്രയും പറഞ്ഞ ഒരു കുട്ടി ഇന്ന് അവൻ്റെ സഹപാഠികൾ മൊത്തം വളരെയേറെ വിഷമത്തിൽ പോകുന്നവരാകും. ഞങ്ങൾ അത് കേട്ട് നമ്മൾ വരെ മാനസികമായിട്ട് ശരീരമായിട്ട് തളർന്ന് എന്താണ് എങ്ങോട്ടാണ് ദുർബല ഒരു ഇതായിട്ടാണ് ഞങ്ങളിപ്പോൾ ഇവിടെ കഴിഞ്ഞത്. ഇനി എന്താണ് എങ്ങനെയാണ് എന്താണ് പ്രതികരിക്കേണ്ടതെന്നും അറിയാത്തൊരു സാഹചര്യമാണ്. അതുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് നീതി ലഭിക്കും എന്നാണ് ഉറച്ച വിശ്വാസം. മകനെയോർത്ത് വിങ്ങിപ്പൊട്ടി കരഞ്ഞുകലങ്ങിയ കണ്ണുമായി തളർന്നുപോയ ഷഹബാസിന്റെ ഉമ്മയ്ക്ക് ഇപ്പോഴും ബോധം വന്നിട്ടില്ലെന്നാണ് പിതാവ് പറയുന്നത്. ഷഹബാസിന്റെ കൊലയാളികളെ പരീക്ഷ എഴുതാൻ അനുവദിക്കരുതെന്ന ആവശ്യം കുടുംബം ഉന്നയിച്ചപ്പോൾ തന്നെയാണ് വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർ ഷഹബാസിന്റെ വീട് സന്ദർശിച്ചത്. DO മനോജ് കുമാർ, AO വിനോദ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമായിരുന്നു വീട്ടിലെത്തിയത്. പുറത്ത് വിദ്യാർത്ഥി സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധങ്ങൾ നടക്കുമ്പോഴും പോലീസ് പ്രൊട്ടക്ഷനിൽ പ്രതികളായ ആ 5 വിദ്യാർത്ഥികളും പരീക്ഷ എഴുതി. ജനം, കോഴിക്കോട്.